Hi friends, welcome back to our class. Today I'm going to discuss third module, that is gender. The first chapter in third module is claiming an education. Claiming an education. Actually, it's a speech delivered by Adrian Rich. First of all, I would like to introduce the author. Adrian Rich is a famous poet, essayist, and political activist for women. സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഒരു എഴുത്തുകാരിയായിരുന്നു അവർ. ഷീ ഡിഫൈൻഡ് ഹെർസെൽഫ് ആസ് എ വുമൻ, ലെസ്ബിയൻ ആൻഡ് ഫെമിനിസ്റ്റ്. ഷീ വാസ് ബോൺ ഇൻ Baltimore in USA in 1929. She won the prestigious Yale Series of Younger Poets Award for her book A Change of World when she was in the final year of her graduation. ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കുമ്പോൾ അവരെഴുതിയ എ ചേഞ്ച് ഓഫ് വേൾഡ് എന്ന് പറയുന്ന ബുക്കിനായിരുന്നു യെയിൽ സീരീസ് ഓഫ് യങ്ങർ പോയിറ്റ്സ് അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഷീ മാരീഡ് ഇൻ 1953 and had 3 sons. In the tumultuous 1960s, she became a great champion of the oppressed. 1960-കളിലൊക്കെ വല്ലാതെ കലുഷിതമായി കിടന്നൊരു കാലഘട്ടമായിരുന്നു. ആ സമയത്ത് ഒപ്രസ്ഡായി കിടന്ന ആളുകളുടെ, വളരെ അടിച്ചമർത്തപ്പെട്ട ആളുകളുടെ നേതാവായിട്ട്, അവരുടെ വക്താവായിട്ട് അവർ നിലകൊള്ളുകയാണ് ഉണ്ടായത്. ഷീ ഫോട്ട് ഫോർ ദ റൈറ്റ്സ് ഓഫ് വിമൻ ആൻഡ് സെക്ഷുവൽ മൈനോറിറ്റീസ്. സെക്ഷൽ മൈനോറിറ്റീസിൻ്റെയും വിമൻ്റെയും എല്ലാം റൈറ്റ്സ്, അവകാശങ്ങൾക്ക് വേണ്ടിയാണ് അവർ നിലകൊണ്ടത്. അതിനു വേണ്ടിയാണ് അവർ എഴുതിയത്. ഷീ ഓൾസോ പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ സിവിൽ റൈറ്റ്സ് മൂവ്മെൻറ്റ് ആൻഡ് ഓൾസോ ഇൻ ദ ആൻറ്റി വിയറ്റ്നാം പ്രൊട്ടസ്റ്റ്. ഷീ ലെഫ്റ്റ് ഹെർ ഹസ്ബൻഡ് ഇൻ 1970 വിച്ച് ലെഡ് ഹിം ടു ഷൂട്ട് ആൻഡ് കിൽ ഹിംസെൽഫ്. 1970 അവരുടെ ഹസ്ബൻഡിനെ അവർ ഒഴിവാക്കി വിട്ടു. ആൻഡ് അത് കാരണം അവരുടെ ഹസ്ബൻഡ് സൂയിസൈഡ് ചെയ്യാനുണ്ടായത്. ഷീ ബിഗാൻ ലിവിങ് വിത്ത് എ ജാമിയാക്കൻ ബോൺ നോവലിസ്റ്റ് മിഷേൽ ക്ലിഫ് ഇൻ 1976. 1970 ഭർത്താവിനെ ഉപേക്ഷിച്ച് ഒരു നോവലിസ്റ്റായിരുന്ന മിഷേൽ ക്ലിഫ് എന്ന് പറയുന്ന റൈറ്ററുടെ കൂടെ അവർ താമസമാക്കി. ദ ക്വസ്റ്റ്യനിങ് ഓഫ് പാട്രിയാർക്കൽ അസംഷൻസ്, ദ നീഡ് ഫോർ ചേഞ്ച് ആൻഡ് പവർ ഓഫ് ദ വിൽ വർ ദ മേജർ തീംസ് ഓഫ് ഹെർ റൈറ്റിങ്സ്. അവരുടെ റൈറ്റിങ്സിലെ മേജർ തീംസ് എന്ന് പറയുന്നത് പാട്രിയാർക്കൽ അസംഷൻസ്, മെയിൽ ഷാമനിസം, പുരുഷ മേധാവിത്വത്തിന് ചോദ്യം ചെയ്യൽ, ചേഞ്ചിങ്ങിൻ്റെ ആവശ്യം, എന്തൊക്കെയാണ് നമ്മുടെ സമൂഹത്തിൽ മാറ്റങ്ങൾ ആവശ്യമാണ് എന്നുള്ളതിനെക്കുറിച്ച്, അതേപോലെ പവർ ഓഫ് ദ വിൽ, നമ്മുടെ ഇച്ഛാശക്തി, ഇവയെല്ലാമായിരുന്നു അവരുടെ റൈറ്റിങ്സിലെ തീംസ് എന്ന് പറയുന്നത്. And she died in the year 2012. This is a short background of Adrian Rich. And I told you that claiming an education is Rich's convocation speech delivered in September 1977 to the graduating women students of Douglas College, New Jersey. ന്യൂജേഴ്സിയിലെ ഒരു യൂണിവേഴ്സിറ്റി കോളേജിൽ ഗ്രാജുവേറ്റിംഗ് സ്റ്റുഡൻസ് കോൺവൊക്കേഷൻ സ്പീച്ചായിരുന്നു ഇത്. അവർക്ക് നടത്തിയ, അവർ ഡിഗ്രി കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന കുട്ടികൾക്ക് വേണ്ടി കോൺവൊക്കേഷൻ സ്പീച്ച് നടത്തിയതാണ് ക്ലെയിമിങ് ആൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് സ്പീക്സ് ഓഫ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ക്ലെയിമിങ് വേഴ്സസ് റിസീവിങ് ആൻ എഡ്യൂക്കേഷൻ. ഈ ഒരു സ്പീച്ചിൽ അവർ പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട പോയിൻ്റ് എന്ന് പറയുന്നത് ക്ലെയിമിങ് വേഴ്സസ് റിസീവിങ് എൻ എഡ്യൂക്കേഷൻ. ക്ലെയിമിങ് എഡ്യൂക്കേഷൻ വേഴ്സസ് റിസീവിങ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം അവകാശമായിട്ട് വാങ്ങിച്ചെടുക്കുന്നതും വിദ്യാഭ്യാസം നമ്മൾ സ്വീകരിക്കുന്നതും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട് എന്നുള്ളൊരു ടോപ്പിക്കിനെ കുറിച്ചാണ് ഈ ഒരു സ്പീച്ചിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ടു ഹെർ ബീങ് എഡ്യൂക്കേറ്റഡ് ഇസ് എ റൈറ്റ് ആൻഡ് ബോത്ത് മെൻ ആൻഡ് വിമൻ ഷുഡ് ക്ലെയിം ഇറ്റ്. അവർ പറഞ്ഞത് എന്താണ്? ബീങ് എഡ്യൂക്കേറ്റഡ്, വിദ്യാഭ്യാസം നേടുക അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഉള്ളവരാവുക എന്ന് പറയുന്നത് ബോത്ത് മെൻ ആൻഡ് വിമൻ ഒരു അവകാശമാണ്, അല്ലാതെ ഒരിക്കലും ആരുടെയും ഔദാര്യമല്ല. വി ഷുഡ് ക്ലെയിം ഇറ്റ്, നമ്മൾ ആ അവകാശം നേടുക തന്നെ വേണം. റിസീവിങ് ഈസ് സിംപ്ലി അക്സെപ്റ്റിംഗ് ആസ് ഇഫ് എഡ്യൂക്കേഷൻ ഇസ് ഓഫേർഡ് ആസ് ആൻ ഓപ്ഷൻ. റിസീവിങ് എന്ന് പറയുന്നത് സിംപ്ലി നമുക്ക് ഒരു ഓപ്ഷനായിട്ട് നീട്ടുന്നത്, ഓഫർ ചെയ്യുന്നത് നമ്മൾ സ്വീകരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ, റാദർ ദാൻ എ റൈറ്റ്. ഷീ ഗോസ് ഓൺ ടു സേ
about the importance of educating women as well as women's rights in an educational environment. വിദ്യാഭ്യാസപരമായ ചുറ്റുപാടിൽ ഈ വിമൻസ് റൈറ്റ്സ്, സ്ത്രീകളുടെ അവകാശങ്ങളെക്കുറിച്ച് അവർ എംഫസൈസ് ചെയ്ത് പറയുന്നുണ്ട്. ആൻഡ് യു നോ, ഫോർ ഹർ എഡ്യൂക്കേഷൻ എൻലിസ്റ്റ് ബീയിങ് റെസ്പോൺസിബിൾ ടു വൺ സെൽഫ്. അവർ പറയുന്നത് നമുക്ക് നമ്മളോട് തന്നെയുള്ളൊരു റെസ്പോൺസിബിലിറ്റി ആയിട്ടാണ് നമ്മൾ എഡ്യൂക്കേഷനെ കാണേണ്ടത് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ആൻഡ് ദിസ് ഈസ് മിയർ ഇൻട്രോഡക്ഷൻ ഓഫ് ദിസ് ചാപ്റ്റർ. ലെറ്റ് മീ മൂവ് ഇൻ ടു ദ ടെക്സ്റ്റ്. ആക്ച്വലി ഈ ടെക്സ്റ്റിൻ്റെ ഫസ്റ്റ് 6 പാരഗ്രാഫ്സാണ് ഈ ഒരു ക്ലാസ്സിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ദ ഫസ്റ്റ് പാരഗ്രാഫ്, ഇതിലെ ഫസ്റ്റ് പാരഗ്രാഫ്, ഈ സ്പീച്ചിൻ്റെ ഫസ്റ്റ് പാരഗ്രാഫ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് എന്താണെന്ന് നോക്കാം. അവർ പറയുന്നത് ഐ വാണ്ടഡ് ടു സെപ്പറേറ്റ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഐ എന്ന് ഇങ്ങനെ ഫസ്റ്റ് പേഴ്സൺ വെച്ചിട്ട് പ്രോനൗൺ യൂസ് ചെയ്യുന്നതെല്ലാം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു ഇതൊരു സ്പീച്ചാണ്. അവർ പറയുന്ന രീതിയിൽ തന്നെയാണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്തേക്കുന്നതും. ഓക്കെ, സോ ദ ഫസ്റ്റ് പാരഗ്രാഫ് പ്രസൻറ്റസ് as I wanted to separate my remarks into 2 parts. Some thoughts about you, the women students here, and some thoughts about us who teach in a women's college. അവർ പറയുന്നത് എന്താ, എൻ്റെ ഈ പ്രസംഗം ഞാൻ 2 പാർട്ടായിട്ടാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് പാർട്ട് എന്താ, സ്റ്റുഡൻസ്, നിങ്ങളെപ്പറ്റിയുള്ള ചിന്തകളാണ്. സെക്കൻഡ് പാർട്ട് വിമൻസ് കോളേജിൽ പഠിപ്പിക്കുന്ന ഞങ്ങളെപ്പോലെയുള്ള ടീച്ചേഴ്സിനെ കുറിച്ചുള്ള ചിന്തകളാണ്. എന്നിട്ട് അവർ പറയാണ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും, ഈ സ്റ്റുഡൻസിനെയും ടീച്ചേഴ്സിനെയും നമുക്ക് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ദേ ആർ ഇൻഡിവിസിബിൾ. ഇഫ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ മീൻസ് എനിത്തിങ് ബിയോണ്ട് ദ പ്രോസസ്സിംഗ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ് ഇൻ ടു എക്സ്പെക്റ്റഡ് റോൾസ് ത്രൂ ടെസ്റ്റസ് ആൻഡ് ഗ്രേഡ്സ്, ഇറ്റ് ഇംപ്ലൈസ് ആൻ എത്തിക്കൽ ആൻഡ് ഇൻ്റലക്ച്വൽ കോൺട്രാക്ട് ബിറ്റ്വീൻ ടീച്ചർ ആൻഡ് സ്റ്റുഡൻറ്റ്. എന്താണ് അവരുടെ കാഴ്ചപ്പാടിൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്? ശരിക്കും പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് സ്റ്റുഡൻസിനെ ഇങ്ങനെ ടെസ്റ്റിൽ കൂടി ഗ്രേഡ്സിൽ കൂടിയൊക്കെ നമ്മുടെ ഈ സൊസൈറ്റി നിശ്ചയിച്ചിട്ടുള്ള റെസ്പോൺസിബിലിറ്റി എല്ലാം പൂർത്തിയാക്കാൻ വേണ്ടി അവരെ പ്രാപ്തരാക്കുക എന്നുള്ളത് മാത്രമല്ല, പിന്നെന്താ, അവിടെ സ്റ്റുഡൻറ്റും ടീച്ചറും തമ്മിൽ ഒരു കോൺട്രാക്റ്റ്, an ethical and intellectual contract between teacher and student, അതുണ്ടായിരിക്കണമെന്നാണ് അവർ പറയുന്നത്. And you know, this contract must be intuitive, dynamic and unwritten. ഈ ഒരു കോൺട്രാക്റ്റ് മനസ്സിൽ നിന്ന് ആരും പറയാതെ താനെ വരുന്നതായിരിക്കണം, ഡൈനാമിക് ആയിരിക്കണം, അൺറിട്ടൺ, ആരും എഴുതി വെച്ച് വായിച്ച് പഠിച്ചിട്ടാവരുത്, ഇറ്റ് ഈസ് അൺറിട്ടൺ എന്നുള്ള രീതിയിലാണ് അവർ ഈ സ്പീച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തൊക്കെയാണ് പറഞ്ഞത് അവർ? ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ എൻ്റെ ഈ സ്പീച്ച് 2 പാർട്ടായിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ സ്റ്റുഡൻസായ നിങ്ങളെക്കുറിച്ചുള്ള തോട്ട്സാണ്. സെക്കൻഡ് പാർട്ട് ടീച്ചേഴ്സായ ഞങ്ങളെക്കുറിച്ചുള്ള തോട്ട്സാണ്. ആക്ച്വലി നമ്മുടെ സൊസൈറ്റി പറഞ്ഞു വച്ചിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് എല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഗ്രേഡ്സിലൂടെയും മാർക്സിലൂടെയും ടെസ്റ്റിലൂടെയും ഒക്കെ കുട്ടികളെ കൊണ്ടുപോകുന്നത് മാത്രമല്ല എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്, പിന്നെ എന്തുകൂടെയാണ്? ഇറ്റ് ഇംപ്ലൈസ് അൻ എത്തിക്കൽ ആൻഡ് ഇൻ്റലക്ച്വൽ കോൺട്രാക്ട് ബിറ്റ്വീൻ ടീച്ചർ ആൻഡ് സ്റ്റുഡൻറ്റ് ആൻഡ് ദിസ് കോൺട്രാക്ട് മസ്റ്റ് ബി ഇൻറ്റ്യൂട്ടീവ്, ഡൈനാമിക് ആൻഡ് അൺറിട്ടൺ. ഇതാണ് ഫസ്റ്റ് പാരഗ്രാഫിൽ അവർ പറയുന്നത്. ഈ സ്പീച്ചിൻ്റെ സ്റ്റാർട്ടിങ് അവർ പറയുന്നത് ഇങ്ങനെയാണ്. ആൻഡ് let me second paragraph. The first thing I want to tell you is that you are here not to receive but claim an education. ഇവിടെ സെക്കൻഡ് പാരഗ്രാഫിൽ അവർ പറയുന്നത് I want to tell you is that you are here not to receive but claim an education. നിങ്ങളിവിടെ വന്നേക്കുന്നത് എഡ്യൂക്കേഷൻ റിസീവ് ചെയ്യാനല്ല, മറിച്ച് ക്ലെയിം ചെയ്യാനാണ്. ഇവിടെ അവകാശമായിട്ട് നേടിയെടുക്കുക, ക്ലെയിം ചെയ്യുക എന്നുള്ളതും ഒരാൾ തരുന്നതിന് നമ്മൾ റിസീവ് ചെയ്യുക, സ്വീകരിക്കുക, ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. ടു ക്ലെയിം മീൻസ് ടു ടേക്ക് ആസ് ദ റൈറ്റ്ഫുൾ ഓണർ, ടു അസേർട്ട് ഇൻ ദ ഫേസ് ഓഫ് പോസിബിൾ കോൺട്രഡിക്ഷൻ. ക്ലെയിം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കാര്യത്തിൻ്റെ റൈറ്റ്ഫുൾ ഓണർ ആവുക,
അല്ലെങ്കിൽ ഒരു കോൺട്രഡിക്ഷൻ, ഒരു വിരുദ്ധാഭിപ്രായം ഉണ്ടാകുമ്പോൾ അവിടെ സ്വന്തമായിട്ട് പിടിച്ചു നിൽക്കാൻ കഴിയുക. ഇതൊക്കെയാണ് ക്ലെയിം ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാവേണ്ടുന്ന വിശേഷങ്ങൾ. എന്നാൽ ആക്സെപ്റ്റ് ചെയ്യുക, റിസീവ് ചെയ്യുക എന്ന് പറയുമ്പോഴോ, ടു റിസീവ് മീൻസ് ടു കം ഇൻ ടു പൊസഷൻ ഓഫ്, ഏതെങ്കിലും ഒരു പൊസഷൻ, ഒരു ഉടമസ്ഥത നമുക്കുണ്ടായിരിക്കുക. ടു ആക്ട് ആസ് എ റിസെപ്റ്റബിൾ ഓർ കണ്ടെയ്നർ ഫോർ, ടു ആക്സെപ്റ്റ് അതോറിറ്റേറ്റീവ് ഓർ ട്രൂ. എന്തേലും ഒരു വസ്തു നമുക്ക് തരുമ്പോൾ അത് നിറയ്ക്കാനുള്ള ഒരു കണ്ടെയ്നറായിട്ട് നമ്മൾ നിലനിൽക്കുന്നു. അല്ലെങ്കിൽ അതോറിറ്റേറ്റീവായൊരു കാര്യം, അത് അതോറിറ്റേറ്റീവ് ആണെന്ന് സമ്മതിച്ചു കൊടുക്കുക, സത്യമാണെന്ന് സമ്മതിച്ചു കൊടുക്കുക. ഇതൊക്കെയാണ് നമ്മളൊരു കാര്യം ആക്സെപ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ റിസീവ് ചെയ്യുക എന്ന് പറയുമ്പോഴുള്ള ശരിയായ അർത്ഥം. അപ്പോൾ എഡ്യൂക്കേഷൻ എപ്പോഴും ക്ലെയിം ചെയ്ത് വാങ്ങേണ്ടതാണ്. ഒരിക്കലും ഒരു നമുക്കാരെങ്കിലും ഔദാര്യം തരുമ്പോൾ നമ്മളത് ആക്സെപ്റ്റ് ചെയ്യേണ്ടതല്ല, നമ്മുടെ അവകാശമാണ് എന്ന് പറയുവാണ് അവർ. ഈ ക്ലെയിം ചെയ്യുന്നതും റിസീവ് ചെയ്യുന്നതും തമ്മിൽ ഭയങ്കരമായ ഡിഫറൻസ് ഉണ്ട്. നമ്മൾ ആക്ട് ചെയ്യുകയും ഒരാൾ ആക്ട് ചെയ്തതിൻ്റെ റിസൾട്ട് അനുഭവിക്കുകയും ചെയ്യുന്ന പോലെ തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. യു നോ, the difference is that between acting and being acted upon. For women, it can literally mean the difference between life and death. നമ്മൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ജീവനും മരണവും പോലെ വ്യത്യാസമുള്ളതാണ് ക്ലെയിമിംഗ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതും റിസീവിംഗ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതും. ഇതാണ് സെക്കൻഡ് പാരഗ്രാഫിൽ അവർ പറയുന്നത്. ആൻഡ് ഐ എം റിപ്പീറ്റിംഗ്, the first thing I want to tell you is that here not to receive, you are here not to receive but claim an education. To claim means to take as rightful honor, to assert in the face of possible contradiction. To receive means to come into possession of, to act as a receptacle or container for, to accept as authoritative or true. Actually, the differences is that between acting and being acted upon. For women, it can literally mean the difference between life and death. Actually, this is describing in the second paragraph. നെക്സ്റ്റ് പാരഗ്രാഫിൽ അവർ പറയുന്നത്, one of the devastating weaknesses of university learning has been its almost total erasure of women's experience and thought from the curriculum and its exclusion of women as members of the academic community. Although there are many women students, we see very few women in the upper levels of faculty and administration in most institutions. എന്തൊക്കെയാണ് പറഞ്ഞത്? യൂണിവേഴ്സിറ്റി പഠനത്തിൻ്റെ ഏറ്റവും വലിയ വീക്ക്നെസ്, അപാധകളിലൊന്നാണ് സ്ത്രീകളുടെ എക്സ്പീരിയൻസും അവരുടെ തോട്ട്സും ഒന്നും കരിക്കുലത്തിൽ ഇല്ലാതിരിക്കുക എന്നുള്ളത്. ബിസൈഡ്സ്, അക്കാഡമിക് കമ്മ്യൂണിറ്റിയിൽ നിന്ന് വിമനെ നമ്മൾ മാറ്റി നിർത്തുകയും ചെയ്യുന്നു. നമുക്കറിയാം, പല ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ഒരുപാട് വിമൻ സ്റ്റുഡൻസ് ഉണ്ട്. എങ്കിലും നമുക്ക് സ്ത്രീകളായ ടീച്ചേഴ്സിനെയും റൂളേഴ്സിനെയും ഭരണകർത്താക്കളെയും അഡ്മിനിസ്ട്രേറ്റേഴ്സിനെയും ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല. അതൊക്കെ വളരെ കുറവായിരിക്കും. ഇപ്പം നിങ്ങൾ നോക്കിക്കേ, ഡഗ്ലസ് കോളേജ് ഇറ്റ് സെൽഫ് ഇസ് എ വിമൻസ് കോളേജ് ഇൻ എ യൂണിവേഴ്സിറ്റി അഡ്മിനിസ്ട്രേർഡ് ബൈ മെയിൻലി മെൻ. അവർ പറയാണ്, ഇവിടെ നോക്കിക്കേ, നിങ്ങളുടെ ഈ ഡഗ്ലസ് കോളേജ് തന്നെ വിമൻസ് കോളേജാണ്, എങ്കിലും ഇവിടെ അഡ്മിനിസ്ട്രേഷനിൽ കൂടുതലായിട്ടും മെയിൻലി മെൻ, പുരുഷന്മാരാണ് ഇവിടെ ഭരിക്കുന്നത്. ദീസ് മെൻ ആർ ആൻസറബിൾ ടു ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ വിച്ച് അഗെയിൻ ഇസ് കമ്പോസ്ഡ് മെയിൻലി ഓഫ് മെൻ. ഈ മെൻ, ഈ പുരുഷന്മാർ തന്നെയാണ് സ്റ്റേറ്റ് അസംബ്ലിയോട് കടപ്പെട്ടിരിക്കുന്നത്. അസംബ്ലിയിലും മിക്കവാറും ആണുങ്ങൾ തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്, പുരുഷന്മാരെ തന്നെയാണ് കാണാൻ പറ്റുന്നത്. ഇവിടെ ഓർക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റായ കാര്യം, ഒരു ഫാക്റ്റ് എന്ന് പറയുന്നത്, നിങ്ങൾ ഇവിടെ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ എന്താണ്, നിഷ്പക്ഷമല്ല, അതൊക്കെ പഴയ കാലത്തിൻ്റെ ഒരു ശരിയായ ചിത്രമല്ല നൽകുന്നത് എന്നും, അതേപോലെ മനുഷ്യ സ്വഭാവത്തെപ്പറ്റി നിങ്ങൾ റിസർച്ച് നടത്തി കണ്ടുപിടിച്ച കാര്യങ്ങളുമല്ല ഇവിടെ നിങ്ങൾ പഠിക്കുന്നതൊന്നും. നിങ്ങളിവിടെ പഠിക്കുന്ന എന്താണ്,
പുരുഷന്മാർ മനസ്സിലാക്കിയ കാര്യങ്ങളും അവരുടെ എക്സ്പീരിയൻസും അവരുടെ ഹിസ്റ്ററിയും നമ്മുടെ ഈ കമ്മ്യൂണൽ റിലേഷൻഷിപ്സിലൊന്നും നമ്മുടെ സൊസൈറ്റൽ റിലേഷൻഷിപ്സിനെ പറ്റിയും അതൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. അവരുടെ കാഴ്ചപ്പാടുകളാണ് നമ്മളിവിടെ പഠിക്കുന്നത് എന്നാണ് അവർ പറയുന്നത്. ദീസ് അഡ്മിനിസ്ട്രേറ്റീവ് മെൻ ആർ answerable to the state legislature which again is composed mainly for men. The most significant fact for you here is that what you learn here is neither objective reality nor an accurate picture of the past nor a group of vigorously tested observations about human behavior. നിങ്ങളിവിടെ ഹ്യൂമൻ ബിഹേവിയറിനെ കുറിച്ച് ആദ്യം ടെസ്റ്റ് ചെയ്തതോ നിങ്ങൾക്ക് പഠിക്കാനുള്ളതോ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തതോ ഒന്നുമല്ല പഠിക്കുന്നത്. വാട്ട് യു ക്യാൻ ലേൺ ഹിയർ ഈസ് നൗ മെൻ ഹാവ് പെർസീവ്ഡ് ആൻഡ് ഓർഗനൈസ്ഡ് ദെയർ എക്സ്പീരിയൻസ്, ദെയർ ഹിസ്റ്ററി, ദെയർ ഐഡിയാസ് ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്സ്, ഗുഡ് ആൻഡ് ഈവൽ, സിക്നസ് ആൻഡ് ഹെൽത്ത്. ഇതിനെയൊക്കെ കുറിച്ച് പുരുഷന്മാരെന്തൊക്കെയാണോ അനുഭവിച്ചറിഞ്ഞത്, അവരെന്തൊക്കെയാണോ ഇവിടെ പെർസ്യൂ ചെയ്യുന്നത്, അവരെന്തൊക്കെയാണോ നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നത്, അതാണ് നിങ്ങളിവിടെ പഠിക്കുന്നത്. അല്ലാതെ ഒരിക്കലും നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ പഠിക്കുകയല്ല ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയുള്ള പെൺകുട്ടികളൊക്കെ ബോധവൽക്കരിക്കുകയാണ് ഈ പോയിറ്റ് ചെയ്യുന്നത്. ായിട്ട് അവർ പറയുന്നത് ബ്ലാക്ക് ആൻഡ് അതർ മൈനോറിറ്റി പീപ്പിൾ ഹാവ് റെക്കഗ്നൈസ്ഡ് ദാറ്റ് their racial and ethnic experiences often out from the studies. ബ്ലാക്ക് പീപ്പിൾ ആൻഡ് മൈനോറിറ്റി പീപ്പിളൊക്കെ മനസ്സിലാക്കുന്നൊരു കാര്യമുണ്ട്. അവരുടെ എത്നിക് എക്സ്പീരിയൻസ് ഒന്നും അവരുടെ റേഷ്യൽ എക്സ്പീരിയൻസ് ഒന്നും അവരുടെ വർഗപരമായതും ജാതിപരമായിട്ടുള്ളതും അനുഭവങ്ങളൊന്നും നമ്മുടെ കരിക്കുലത്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം. ഈവൻ സയൻസ് ക്യാൻ ബി റേഷ്യസ്റ്റ് ആൻഡ് സെക്സിസ്റ്റ്. സയൻസ് പോലും ചിലപ്പോഴും റേഷ്യസ്റ്റും സെക്സിസ്റ്റും ഒക്കെ ആവാൻ ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നിട്ട് അവർ പറയുന്നു ഇറ്റ് ഈസ് ഓൺലി വിത്തിൻ ദ ലാസ്റ്റ് 100 years that higher education has been opened up to women, even to white and middle class women. കഴിഞ്ഞ ഏതാണ്ട് 100 കൊല്ലങ്ങളെ ആയിട്ടുള്ളൂ, 100 yearsേ ആയിട്ടുള്ളൂ വിദ്യാഭ്യാസ മേഖല സ്ത്രീകൾക്കായി തുറന്നു കൊടുത്തിട്ട്. അതും വൈറ്റ് പീപ്പിൾ, വെള്ളക്കാരായവർക്കും മിഡിൽ ക്ലാസ്സിലുള്ള സ്ത്രീകൾക്കും മാത്രം എന്ന് പറഞ്ഞിട്ട് ഈ എഡ്യൂക്കേഷണൽ ഫീൽഡിൽ കുറച്ചുകൂടെ സ്ത്രീകളുടെ പങ്കാളിത്തം ആവശ്യമാണെന്നും കുറച്ചുകൂടെ സ്ത്രീകൾ സ്വയം കാര്യങ്ങളൊക്കെ ഗ്രഹിച്ചെടുത്ത് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ മുന്നോട്ട് വരണമെന്നും എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. എന്നിട്ട് നമുക്കിവിടെ കുറച്ച് ബുക്സിൻ്റെ പേര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ പഠിക്കുന്ന ബുക്കുകൾ ഇതൊക്കെയാണ്. നെയിംസ് ലൈക്ക് ദ ഡീസെൻറ്റ് ഓഫ് മാൻ, മാൻ ആൻഡ് ഹിസ് ഇമ്പൾസ്, ഇറാഷണൽ മാൻ, ദ ഫിനോമിനൻ ഓഫ് മാൻ, ദ ഫ്യൂച്ചർ ഓഫ് മാൻ, മാൻ ആൻഡ് ദ മെഷീൻ, ഫ്രം മാൻ ടു മാൻ, മേ മാൻ പ്രിവൈൽ, മാൻ, സയൻസ് ആൻഡ് സൊസൈറ്റി, ഓർ വൺ ഡയമെൻഷണൽ മാൻ. ഇങ്ങനെ കുറേ ബുക്സിൻ്റെ പേര്. ഇതിലെല്ലാം ഹ്യൂമൻ റിയാലിറ്റിയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ബട്ട് ഇറ്റ് ഡസ് നോട്ട് ഇൻക്ലൂഡ് ഓവർ 1/2 ഓഫ് ദ ഹ്യൂമൻ സ്പീഷീസ്. ഹ്യൂമൻ റിയാലിറ്റിയാണ് ഇതിലെല്ലാം ഡിസ്ക്രൈബ് ചെയ്യുന്നതെങ്കിലും അതിൻ്റെ ഒരു ഹാഫ് ഓഫ് ദ ഹ്യൂമാനിറ്റി, ഹാഫ് ഓഫ് ദ ഹ്യൂമൻ ബീയിങ്സ്, നമ്മുടെ ഹ്യൂമൻ ബീയിങ്സിൻ്റെ പകുതിയെ വിട്ട് കളഞ്ഞതുപോലെയാണ് ഇവയുടെ നെയിംസ് വരുന്നത് പോലും. മാൻ എന്നുള്ള പേര് മാത്രമാണ്. ആക്ച്വലി മാൻ എന്ന് പറയുമ്പോൾ ഹ്യൂമൻ ബീയിങ് കംപ്ലീറ്റ് ആവുന്നില്ല. പെർഫെക്ഷൻ വരണമെങ്കിൽ അവിടെ മാനിൻ്റെ കൂടെ വുമണും കൂടെ വരണം എന്നുള്ള ഒരു ഇൻഡയറക്റ്റ് മീനിങ് ആണ് പോയിറ്റ് ഇവിടെ, ഈ സ്പീക്കർ ഇവിടെ നമുക്ക് തരുന്നത്. ഓക്കെ, സോ ഈ ഒരു പാരഗ്രാഫിൽ അവർ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ബ്ലാക്ക് ആൻഡ് അതർ മൈനോറിറ്റി പീപ്പിൾ ഹാവ് റെക്കഗ്നൈസ്ഡ് ദാറ്റ് ദെയർ racial and ethnic experiences is often out from studies. Even science can be racist and sexist. This is only within the last 100 years that higher education has been opened up to women, even to white and middle class women എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയുള്ള സ്റ്റുഡൻസിനെ മനസ്സിലാക്കി കൊടുക്കുകയാണ്. റൈറ്റ്. ആൻഡ് ഷീ കണ്ടിന്യൂസ്. Less than a decade ago, women students and teachers in a number of universities began to demand and set up women's studies courses to claim women-directed education.
അവർ പറയുവാണ് ഏതാണ്ട് 10 വർഷം മുൻപ് ടീച്ചേഴ്സും സ്റ്റുഡൻസും വിമൻ സ്റ്റുഡൻസും എല്ലാവരും കൂടെ യൂണിവേഴ്സിറ്റികളിൽ വിമൻ സ്റ്റഡീസ് കോഴ്സസ് തുടങ്ങണമെന്ന ഒരു ആവശ്യം ഉന്നയിച്ചു. വിമൻ ഇറ്റ്സെൽഫ് വിമൻ ദംസെൽഫ്സ് ഡിറക്റ്റ് ചെയ്യുന്ന ഒരു എഡ്യൂക്കേഷൻ, സ്ത്രീകൾ തന്നെ ലീഡ് ചെയ്യുന്ന ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം എന്നാണ് അവരാഗ്രഹിച്ചത്. പക്ഷേ പലരും അതിനെ അക്യൂസ് ചെയ്തു, കണ്ടംപ്റ്റ് ചെയ്തു. ഡെസ്പൈറ്റ് അക്യൂസേഷൻസ് ലൈക്ക് അൺസ്കോളർലി, ഗ്രൂപ്പ് തെറാപ്പി, ഫാഡിസം ഇങ്ങനെയൊക്കെയാണെന്ന് അവർ പേരിട്ട് വിളിച്ചത്. ഡെസ്പൈറ്റ് ബാക്ക്ലാഷ് ആൻഡ് ബജറ്റ് കട്ട്സ്, വിമൻ സ്റ്റഡീസ് ആർ ഗ്രോവിങ്, ഗിവിങ് വിമൻ എ ഫ്രഷ് വിഷൻ ഓൺ മെനി തിങ്സ്. ഒരുപാട് പേരുകൾ അൺസ്കോളർലി, ഗ്രൂപ്പ് തെറാപ്പി, ഫാഷിസം എന്നൊക്കെ പേരുകൾ വിളിച്ചിട്ട് കണ്ടംപ്റ്റ് ചെയ്തെങ്കിലും അതിനെയൊക്കെ പുച്ഛിച്ച് തള്ളിയെങ്കിലും ആവശ്യമുള്ള ക്യാഷൊന്നും അറേഞ്ച് ചെയ്ത് കൊടുത്തില്ലെങ്കിലും വിമൻ സ്റ്റഡീസ് വളരെ ഡെവലപ്പ് ചെയ്യുകയും സ്ത്രീകൾക്കൊരു പുതിയ വ്യൂ പോയിൻറ്റ്സ് ഒക്കെ ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളത് നമ്മൾ അംഗീകരിക്കേണ്ട കാര്യമാണ് എന്നവർ അഭിമാനത്തോടു കൂടി ആ സ്റ്റുഡൻസിൻ്റെ മുന്നിൽ പറയുവാണ്. ഈ സ്റ്റുഡൻസിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. അവർ പറയുന്നു, വിമൻ സ്റ്റഡീസ് കോഴ്സുകളിലൊക്കെ പ്രവേശനം നേടിക്കൊണ്ടും ശരിയായി പഠിച്ചുകൊണ്ടും ഈ കോളേജുകളിലെ ഏത് വിദ്യാർത്ഥിനികൾക്കും വളരെയധികം അച്ചീവ്മെൻ്റ് ഉണ്ടാക്കാൻ കഴിയും. നിങ്ങൾക്കുണ്ടാകേണ്ട ഏറ്റവും വലിയ എക്സ്പീരിയൻസ് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ തന്നെ ഏറ്റെടുക്കുക എന്നുള്ളതാണ്. സമൂഹം, നമ്മുടെ സൊസൈറ്റി പലപ്പോഴും സ്ത്രീകളോട് പറഞ്ഞു കൊടുക്കുന്നത് മറ്റുള്ളവരോടുള്ള അവരുടെ റിലേഷൻസ്, അവരുടെ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെയാണ് ആദ്യത്തെ ഫസ്റ്റ് പ്രയോറിറ്റി ഉള്ള കാര്യമൊന്നും, നമുക്ക് നമ്മളോട് തന്നെയുള്ള റെസ്പോൺസിബിലിറ്റി രണ്ടാമത്തെ കാര്യമാണ് എന്നുമാണ്. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെയൊന്നും ആവരുത്. അങ്ങനെയല്ല, നമ്മളുടെ കാര്യങ്ങൾക്കാണ്, നമ്മുടെ റെസ്പോൺസിബിലിറ്റി, നമ്മുടെ ശരീരത്തിനോടും മനസ്സിനോടുള്ള റെസ്പോൺസിബിലിറ്റിയാണ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്നുള്ള രീതിയിൽ ഈ വിദ്യാർത്ഥികളെ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എനി ഡഗ്ലാസ് സ്റ്റുഡൻറ്റ് ഹാസ് എവറിഥിങ് ടു ഗെയിൻ ബൈ ഇൻവെസ്റ്റിഗേറ്റിംഗ് ആൻഡ് എൻറോളിംഗ് ഇൻ വിമൻ സ്റ്റഡീസ് കോഴ്സസ്. ദ ബിഗ്ഗസ്റ്റ് എക്സ്പീരിയൻസ് യു ഷുഡ് ഹാവ് ഈസ് ടേക്കിംഗ് റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് യുവർ സെൽഫ്. അവർ പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ അടുത്ത് തന്നെ റെസ്പോൺസിബിലിറ്റി എടുക്കുക എന്ന് പറയുന്നതാണ് ബിഗ്ഗസ്റ്റ് എക്സ്പീരിയൻസ്. വിമൻ ആർ ഓഫൺ ടോൾഡ്, എപ്പോഴും ഈ സ്ത്രീകളോട് പറഞ്ഞു കൊടുക്കുന്ന എന്താ, ദിസ് ഷുഡ് കം സെക്കൻഡ് ടു അവർ റിലേഷൻഷിപ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ടു അതർ പീപ്പിൾ. അത് എപ്പോഴും മറ്റുള്ളവരോട് നമ്മൾ കാണിക്കേണ്ട റെസ്പോൺസിബിലിറ്റീസും റിലേഷൻഷിപ്സുമാണ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. വി ആർ ഗിവൺ എത്തിക്കൽ മോഡൽസ് ഓഫ് സെൽഫ് ഡിനൈയിങ് വൈഫ് ആൻഡ് മദർ, ഇൻ്റലക്ച്വൽ മോഡൽസ് ഹു നെവർ കമ്മിറ്റ് ദംസെൽസ് ടു എനിത്തിങ് ഫുള്ളി. നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് എക്സാമ്പിൾസ് ഈ പറഞ്ഞ കാര്യത്തിന് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഒന്നുമല്ല, സമൂഹം നമ്മളെ പഠിപ്പിച്ചതുപോലെയല്ല നമ്മളുടെ ശരീരത്തിനോടും മനസ്സിനോടും കാണിക്കേണ്ട റെസ്പോൺസിബിലിറ്റി, അതാണ്, ആ പ്രതിബദ്ധതയാണ് ഫസ്റ്റ് പ്രയോറിറ്റി, ബാക്കിയെല്ലാം അതിന് ശേഷമാണ് എന്ന് അവർ ഈ കുട്ടികളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു സ്പീച്ചിൻ്റെ ഫസ്റ്റ് 6 പാരഗ്രാഫിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ, ചെറിയ സമ്മറിയാണ് ഞാനിവിടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഐ തിങ്ക് ദ റെസ്റ്റ് ഓഫ് ദി ചാപ്റ്റർ വിൽ ബി ഡിസ്കസ്ഡ് ഇൻ ദ നെക്സ്റ്റ് സെഷൻ. ടിൽ ദെൻ, ബൈ.